NREG വർക്കേഴ്സ് യൂണിയൻ വൈപ്പിൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഴപ്പുള്ളി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിക്കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, തൊഴിലുറപ്പ് പദ്ധതികൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക, കൂലി 600 രൂപയാക്കുക, NMMS നിർത്തലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുഴപ്പുള്ളി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ വൈപ്പിൻ ഏരിയ കമ്മിറ്റിയാണ് മാർച്ചും ധർണയും നടത്തിയത്. ഷീന സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS സനീഷ് ഉദ്ഘാടനം ചെയ്തു. ഡിമാൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് അവസാന ഘട്ടത്തിലേക്കായത്. ആദ്യം തുടങ്ങിയാലോ? ഏപ്രിൽ മാസം തുടങ്ങിയപ്പോ ഏപ്രിൽ മാസം തുടങ്ങുമ്പോൾ തന്നെ പണി കൊടുത്താലോ? പണി കൊടുത്താൽ നമുക്ക് നേരത്തെ തന്നെ 100 ദിനം തികക്കാമായിരുന്നു. നമുക്ക് 100 ദിനം തികച്ചെങ്കിലോ ഈ കുടിശ്ശികയിൽ പെടുമായിരുന്നില്ല. നമ്മൾ ഈ കുടിശ്ശികയിൽ പെടാൻ കാരണം എന്താ? ഈ അവസാന മാസങ്ങളിൽ കൊണ്ടുപോയി നമുക്ക് പണി തരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമുക്ക് ഈ ഗതികേട് വന്നത്. കാരണം എന്താ? കേന്ദ്ര ഗവൺമെന്റ് പണം വെട്ടിച്ചുരുക്കി 84,000 കോടിയാക്കി. ഷൈബി ഗോപാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി KS സാജിദ്, രമണി അജയൻ എന്നിവർ സംസാരിച്ചു. 10 കോടി തൊഴിൽ ദിനങ്ങളാണ് ഒരു വർഷം വേണ്ടത്. കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എല്ലാവർക്കും കൂടി ഒരു വർഷം 10 കോടി തൊഴിൽ ദിനങ്ങൾ ലഭിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണത്തെ ബജറ്റിലത് 5 കോടിയായിട്ട് കുറച്ചു തൊഴിൽ ദിനങ്ങൾ. പ്രകടനത്തിന് ഷീജ മണി, വത്സല സത്യൻ, MS സുമേഷ്, സിബി അഷിരാജ്, EN ദിവാകരൻ എന്നിവർ നേതൃത്വം നൽകി.